79 ലോക്സഭാ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അട്ടിമറി നടന്നിട്ടുണ്ടെന്നും കള്ളവോട്ടുകൾ ചെയ്യപ്പെട്ടു എന്നുള്ള വ്യാപകമായ പരാതി ഒന്നും രണ്ടുമല്ല, നിരവധി പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ പരാതികൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാജീവ് കുമാറാണ്. രാജീവ് കുമാർ ഒരുപക്ഷെ ഈ രാജ്യത്ത് തന്നെ മറ്റേതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനേക്കാൾ അഴിമതിയുടെ പേരിൽ വലിയ തോതിൽ പഴികേട്ട ഒരു വ്യക്തിയാണ്. മറ്റു പല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും പല തോതിലും പ്രതിപക്ഷ പാർട്ടികൾ പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നുവെങ്കിലും അതൊന്നും അടിസ്ഥാനപരമായി തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പല കാര്യങ്ങളെയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പല ഡാറ്റകളും പുറത്തുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയെ ശക്തമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം കൂടി ശക്തമായി ഉയർന്നിട്ടുണ്ട്. എന്നാൽ കൈക്കൂലി വാങ്ങിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് ലാഭം ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കറപ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, അദ്ദേഹം കറപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ തെളിയിക്കും, ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. സെബി ചെയർപേഴ്സണായ മാധവി ഇന്ത്യയിലുള്ള കോർപ്പറേറ്റുകളുടെ നിഴൽ കമ്പനികളിൽ വൻകിട നിക്ഷേപം നടത്തിയിരുന്നു എന്നുള്ള ആരോപണം നേരിട്ടിരുന്നു. അതുപോലെ അവരും അവരുടെ ഭർത്താവും അഴിമതിക്കാരാണ് എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണവും അന്ന് ഉയർന്നതാണ്. ഇവിടെയാണ് നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ഇഡിയും അതുപോലുള്ള കസ്റ്റംസും നടത്തിയ റെയ്ഡുമൊക്കെയായി പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ, അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യാൻ BJP കാണിച്ച ആവേശം, ഒരുപക്ഷെ ആ ആവേശം ഇപ്പോൾ ഇത്തരം കേസുകളിൽ BJP കാണിക്കുന്നില്ല. BJP ഏറ്റവും കൂടുതൽ ഭയക്കുന്ന നേതാക്കളിൽ ഒരാളാണ് കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ. കാരണം എവിടെയെല്ലാം തെരഞ്ഞെടുപ്പിലെ അട്ടിമറികൾ നടക്കുന്നു അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളെ വീഴ്ത്തുകയോ ശ്രമിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം DK ശിവകുമാർ കോൺഗ്രസിന്റെ രക്ഷകനായി സാധാരണ എത്താറുണ്ട്. അദ്ദേഹത്തിന് സ്വകാര്യ കമ്പനികളുണ്ട്. അത് റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ സ്രോതസ്സുകളെല്ലാം നിർവീര്യമാക്കാൻ ഒരു ശ്രമം നടത്തി ഇത്തരത്തിൽ BJP കോൺഗ്രസ് അനുകൂല സംഘടനകളിലെയും അതുപോലെ കോൺഗ്രസ് നേതാക്കളെയും കൃത്യമായി ഉന്നം വെക്കുമ്പോഴാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ ഒരു വെടിപൊട്ടിക്കുന്നത്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന രാജീവ് കുമാറിന്റെ കാലഘട്ടത്തിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളെയും സംബന്ധിക്കുന്ന ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട പരാതി അത് മുഖവിലക്കെടുക്കുകയും അതൊരു അന്വേഷണത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ BJPയുടെ അട്ടിമറികളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്.